നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിശ്വരൂപം പ്രണാമി തുഞ്ചത്തിടും ആര്യപാദം. എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടീച്ചൊല്ലാം മംഗളം വരേണമേ ദൈവമേ നാരായണ. ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദ്വീപം ഭൂമിപാലക സമവൃത്തമായുള്ള കേൾനീ വിസ്താരം 100,000 യോജനയുണ്ട് താനും. പൃഥ്വിനായക പുനർ9 വർഷവും മര്യാദ പർവ്വതങ്ങൾ 8 ഉണ്ടെന്നറിയണം. പര്യായത്തോട് പറഞ്ഞിടുവാൻ അവയും ഞാൻ. ഇതിൻ്റെ നടുവിലായി ചൊല്ലിടും മഹാമേരു. അതിൻ്റെ ഉയരമോ യോജന 100,000 മുകളിൽ പരം 100,000 മുകളിൽ 32,000 യോജന വഴി സുഖമേ സമവൃത്തമായിരിപ്പൂന്നു താനും. നീളത്തിൽ 16,000 യോജന വഴി മേളത്തിൽ കുഴിനാടുണ്ടായിരം മറ്റതല്ല. ഇങ്ങനെ ഇരിക്കുന്ന മേരുവാം മല തൻ്റെ അങ്ങഹോ വടക്കൊണ്ട് 3 പർവ്വതങ്ങൾ പോൽ. അദ്രികളവ 3 കിഴക്ക് പടിഞ്ഞാറാം അബ്ധികൾ 2 ചെന്നെത്തിക്കിടക്കുന്നു. 3 മേരുവിനോടടുത്ത് തെക്കേ ശൈലം നീലമാകുന്നതല്ലോ. നടുവിൽ ശീതമല്ലോ. ശൃംഗവാനെല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ. തെക്കും ഇങ്ങനെ 3 മര്യാദാ പർവ്വതങ്ങൾ. വടക്കേതാദിയായിട്ടവറ്റിൻ പേരും ചൊല്ലാം. നിഷധം ഹേമകൂടം ഹിമവാനെന്നും ക്രമാൽ ആഴകോടധികന്മാർ ചൊല്ലുന്ന നടേ നടേ. കിഴക്കൊണ്ടൊരു ശൈലം ഗന്ധമാദനം. അത് വടക്ക് നീലത്തോളം നിഷധത്തോളം. തെക്കും ഈ വണ്ണം. തെക്ക് വടക്കുണ്ടല്ല പടിഞ്ഞാറ് മല്യവാൻ നിഷധ നീലങ്ങളോളമിടൂ. നീലത്തിന് വടക്കേത് രമ്യകവർഷം. പിന്നെ കേൾ അതിന് വടക്കേത് ചൊല്ലും ഹിരൺമയം. പിന്നെ അങ്ങ് അതിന് വടക്കേതല്ലോ കുരുവർഷം. എന്നതിനുടെ തെക്കേതായത് ഹരിവർഷം. ഹേമകൂടത്തിൻ തെക്കേതായത് കിംപുരുഷം. ഭൂമീഷ ഹിമവാന് തെക്ക് ഭാരതവർഷം. ഗന്ധമാദനത്തിന് കിഴക്കേതാകുന്നത് സന്തതം ഭദ്രാശ്രമം വർഷമെന്നറിയിടും. മാല്യവാർഗേരിയുടെ പടിഞ്ഞാറേടൻ കേതുമാലം. അങ്ങെല്ലാറ്റിനും നടുവിൽ ഇളാവൃതം. ഇച്ചൊന്ന് പർവ്വതങ്ങളെ 8 ഉണ്ട്. ഉയരങ്ങൾ നിശ്ചയം 10 സഹസ്രം യോജന പോൽ. വണ്ടവും 2,000 യോജനയുണ്ടെന്നല്ലോ ഉണ്ടവാന്മാരാം കാലഭേദികൾ പറയുന്നു. 9 വർഷവും വിസ്താരം ഒരുപോലെ 9,000 യോജനയുണ്ടറിഞ്ഞാലും. പിന്നെയും മഹാമേരു തനിക്കൊന്നായിട്ടുണ്ട് മന്നവ 4 പാടും ഓരോരോ ശൈലേന്ദ്രന്മാർ. മന്ദരമെന്നും മേരുമന്ദരമെന്നും ചെമ്മി. പിന്നീട് സുപാർശ്വവും കുമുദമെന്നും നാമം. 4 10,000 യോജനകൾ. ചാലൈ വിസ്താരവതിന്മേൽ ഓരോ മരങ്ങളും. കിഴക്കേതാദിയായിട്ടവറ്റിൻ പേരും ചൊല്ലാം. ഉണ്ടല്ലോ തേന്മാവതിൽ മുൻപിലേതനുക്രമാൽ. 2-മതും ഞാവൽ കടമ്പും പേരാൽ അന്ത്യം. 1,100 യോജനയും ഉയരമുണ്ട്. ആയുധശാഖകളും അത്ര ഉണ്ടെല്ലാറ്റിനും. ചുവട് ചുറ്റും 100 യോജനയുണ്ടെങ്കെല്ലാം. അവിടെ മുകളിലുണ്ട് ഓരോരോ പൊയ്കകളും. അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം. അവറ്റ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. ഭഗതേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാം. ഉൾത്താറിൽ അത്യാനന്ദസിദ്ധമായി വിളങ്ങിയുടെ ഉദ്യാനങ്ങൾ ഓരോന്നുണ്ടവ. 4 നന്ദനം ചൈത്രരഥം ചൊല്ലിടും വൈഭ്രാജകം. പുണ്യവർദ്ധനകരം സർവതോ ഭദ്രമെന്നും.
ക്രമത്താൽ അവറ്റുന്ന നാമങ്ങൾ ഇതുകളിൽ അമർത്യജനം ഗ്രഹിച്ചിരിപ്പൂ നിരന്തരം. മന്ദരമൂർധാവിങ്കൽ നിന്ന ധർമാവിനും ഫലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെപ്പോലെ വളർന്ന് പഴുത്ത് വീണുടഞ്ഞ് തകർന്നുടൻ അലിഞ്ഞു കൂടിയിടുന്ന രസങ്ങൾ ഒന്നിച്ചല്ലോ തന്നോട് മുകളിൽ നിന്ന് അഹോ കിഴക്കോട്ടേക്കന്നഹോ ഒഴുകുന്ന ധരുണോദയ നദി. അതിലെ വെള്ളം അനുഭവിക്കുന്ന നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാകുന്നു. അചലാത്മജയാകും ഈശ്വരീ ദേവിയോട് അനിശം അനുസരിച്ചിടുന്ന ദേവികൾക്കും വണ്ണം തന്നെ മേരുമന്ത്രമൂർധാവിങ്കൽ സർവദാ നിൽക്കും ഞവളുടെ പഴങ്ങളും കേവലം ഓരോന്നോരോ ഗജങ്ങളോളം പോരും. ആവോളം വളർന്ന മൂത്തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളിൽ ശോണിയിൽ ജംബു നദി എന്നുള്ള നാമത്തോട് കൂടെ തെക്കോട്ടേക്ക് ഒഴുകിയിടുന്ന അതിരുപാടുമുള്ളൊരു മണ്ണും അതിൻ്റെ രസവുമായി ചേർന്ന് ഉണങ്ങിയിടും നേരത്തുണ്ടാകുന്നതിന് പ്രാജ്ഞിഭം ജാമ്പൂനദമെന്ന പൊന്ന്. അതിനാൽ നിത്യം ദേവാദികളൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകം അലങ്കരിച്ചിടുന്നു നിരന്തരം. പിന്നെ അസുപാർശ്വത്തിന്മേൽ നിൽക്കും കടമ്പ്, അത് തൻ്റെ ബാഹുക്കളാം ശൃംഗങ്ങളിടതോറും നിന്നുടൻ പൊട്ടി ഒലിച്ചയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ മധുമയധാരകൾ വീണ് വീണ് പടിഞ്ഞാറോട്ടോ നോക്കി ഒഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനിപുരത്തോളം. അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം 100 യോജന വഴി സൗരഭ്യം പരത്തുന്നു. കദംബവൃക്ഷത്തിൻ്റെ കോടരത്തിങ്കിൽ നിന്ന് ജനിക്കൊണ്ട് കാദംബരിയാം പേരുണ്ടായി. കുമുദത്തിങ്കൽ ശതപരിശമെന്ന പേരാൽ അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നുടനുണ്ടാകുന്നു പാൽ, തൈർ, നെയ്യും, ചോറും, പുടവ, പട്ടുകളും, ആഭരണാസന ശയ്യാദികളിവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നു നിത്യം. അതുകൊണ്ടനുഭവിച്ചിടുന്ന ജനങ്ങൾക്ക് തളർച്ച, ജരാനര വ്യാധികൾ ആദികൾ വിളച്ചിടുന്ന ഇത് അപവൃത്തിക്കളിവയെല്ലാം. ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമേരുവൻ ചുഴലവും കേസരഭൂതങ്ങളായി പർവ്വതം പലതുണ്ട്. വസവാദികളുടെ ദിക്കുകളിടതോറും അരികെ മഹാമേരു ഭഗവദ്രിക്ക് പരിസരണമായിട്ട് 7 പർവ്വതമുണ്ട്. പിന്നെ ഉയരം 2000 യോജന. അവയെല്ലാം ഇടവും അത്ര തന്നെ ഉണ്ട്, ഏതും കുറയാതെ. 18,000 യോജന നീളവും ഉണ്ടങ്ങതിനൊക്കെയും തെക്ക് വടക്കായി കിഴക്കല്ലോ ജഠര ദേവകൂട പർവ്വത വരങ്ങൾ മറ്റുടനെ കീഴ്മേലായി നീളത്തിൽ തെക്കാകുന്ന കൈലാസകരവീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്ക് വടക്കായതുപോലെ. പവനപാരിയാത്രാഖ്യാതലവരങ്ങൾ മറ്റവനിപതി നീളം കിഴക്കു പടിഞ്ഞാറായി ത്രിശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയെങ്കിലും ഈ 2 അതലവരങ്ങൾ പോൽ ഇങ്ങനെയെല്ലാം അലങ്കൃതമാം മഹാമേരു അങ്ങ് അതിന് മുകളിലുണ്ട്. 9 രാജധാനി എന്നതിൽ നടുവിലേത് ഭുജോത്ഭവൻ തനിക്കിന്ദ്രാദി ലോകപാലന്മാർക്ക് മറ്റെല്ലാം ഇട്ടും ചിത്രമായി 16,000 യോജന വഴി വിസ്താരം സമചതുരശ്രമായുള്ളൂ താനും. 3 ലോകവും 3 ഭഗവാൻ നാരായണൻ 3 അടിയാക്കി അളന്നിടന കാലത്തെങ്കിൽ മേൽപോട്ടേക്ക് ഉയർത്തിയ തൃക്കാൽ നഖം കൊണ്ടിട്ട് ആത്മയോന്യണ്ഡം പിളർന്നോടെയങ്ങ് അകമ്പുക്കു ബാഹ്യജീവനാധാരംഗി എന്ന് എല്ലായിടവും പാപനകരം പാപശാന്ത്യർത്ഥം പ്രസിദ്ധയായി. ഹരേ ബ്രഹ്മാണ്ഡ കമല നാളാന്താഗ്രി പോയി വീണു നിമ്നമാർഗീന 4 കൈവഴി ഒഴുകിപ്പോയി 4 ദിക്കിലും 4 നാമങ്ങളോടും കൂടി 4 സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ.